ഹലോ ഗൈസ്, വെൽക്കം. നമ്മളിന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഇടാൻ പോകുന്ന വീഡിയോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോനെ പറ്റിയുള്ള വീഡിയോസ് ആയിരിക്കും. ക്രിപ്റ്റോ മൈനിങ് ബോട്ട്സ്, ക്രിപ്റ്റോ മൈനിങ്, എയർ ഡ്രോപ്സ്, അതുപോലെ തന്നെ ഒരു 90% അല്ല, ഒരു 100%, അതും 100% ജെന്യൂൻ ആയിട്ടുള്ളതും നല്ലൊരു ബാക്കപ്പ് ഉള്ളതും എന്തായാലും നല്ലൊരു ഏണിങ്സ് കിട്ടാൻ ചാൻസ് ഉള്ളതുമായ പ്രോജക്ട്സ് മാത്രമായിരിക്കും ഈ ചാനലിൽ ഇടാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ടെലഗ്രാം ബോട്ടിൽ തന്നെ ഒരുപാട് ഒരു 90% ഫേക്ക് ആയിട്ടുള്ള ടെലഗ്രാം ബോട്ട്സ് ആണ്. നമ്മൾ ടൈം കളയാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു കുറെ ബോട്ട്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഉഡായിപ്പാണെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എയർ ഡ്രോപ്സ് കിട്ടാൻ സാധ്യത ഉണ്ടാകുന്ന വെച്ചാൽ ഒരു 50% ഉണ്ട്. പക്ഷേ 50% മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന ടാസ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലിയ വലിയ ടാസ്ക്സ് ആണ്. അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു $100 പോലും കിട്ടില്ല. $100 കിട്ടിയാൽ തന്നെ നമുക്ക് അതിനുള്ള ഒരു ടൈം ഇൻവെസ്റ്റ്മെന്റിനുള്ള ഫണ്ട് നമുക്ക് അത് കിട്ടണില്ല. നമ്മൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ഏതെങ്കിലും ഒരു ചെറിയൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ തന്നെ ഈ $100 അടുപ്പിച്ച് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അത് കാരണം നിങ്ങൾ മാക്സിമം അങ്ങനത്തെ ഒരു ടൈം കളഞ്ഞ് അങ്ങനെയുള്ള പ്രോജക്ട്സിൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യിക്കണേക്കും നല്ലത്. അതുകൊണ്ടാണ് ഈ ചാനലിൽ ജെന്യൂൻ ആയിട്ടുള്ള നിങ്ങൾ ടൈം സേവ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കാണ്ട് ജെന്യൂൻ ആയിട്ടുള്ള എയർ ഡ്രോപ്സും അതുപോലെ തന്നെ ടെലഗ്രാം ബോട്ട്സും വെബ്സൈറ്റ്സും കാര്യങ്ങളും മാത്രം ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതൊക്കെ വേണ്ടവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അഥവാ എന്തെങ്കിലും കാരണം കൊണ്ട് ഏതെങ്കിലും പ്രോജക്റ്റിന് സ്കാം ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്കാം ആയിട്ട് വന്നെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഈ ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സ്കാം വരാണ്ട് മാക്സിമം ശ്രമിക്കും. 99% ഞാൻ ശ്രമിക്കും. എന്തെങ്കിലും കാരണം കൊണ്ട് പറ്റാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ വീഡിയോ തന്നെ നമുക്ക് നല്ലൊരു ജെന്യൂൻ പ്രോജക്റ്റ് തന്നെ തുടങ്ങാം. ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്സ് എന്ന് പറഞ്ഞൊരു ടെലഗ്രാം ബോട്ടിനെ പറ്റിയാണ്. ഇത് ലിസ്റ്റ് ആകുമ്പോൾ പറഞ്ഞാൽ August 14th ആണെന്നാണ് ഒരു പ്രഡിക്ഷൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റിൽ പറഞ്ഞേക്കണ കാര്യം എന്ന് പറഞ്ഞാൽ പോസ്റ്റിൽ പറഞ്ഞേക്കണത് August 14th ഒരു ക്ലൂ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ലിസ്റ്റ് ആവുന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ പുതിയൊരു സാധനം അവർ വേണമെന്ന് വെച്ച് എല്ലാ ദിവസവും ഡെയിലി സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു 1000 സംതിങ് പോയിന്റ്സ് വെച്ച് കിട്ടുന്നതാണ്. 1000 പോയിന്റ്സ് തന്നെ ചിലപ്പോൾ നല്ലൊരു ഏണിങ്സ് തരാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ്സ് ആകാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ അറിയാം. പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഒരു കലണ്ടറിൽ 14 നമ്പർ റൗണ്ട് ചെയ്തിട്ടേക്കണത്. 14 നമ്പറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെലഗ്രാം സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ആണ് August 14th 2030. അപ്പൊ അതുകൊണ്ട് തന്നെ ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ആനിവേഴ്സറി സംബന്ധിച്ച് അവര് ചിലപ്പോൾ എയർ ഡ്രോപ്പ് കൊടുക്കാൻ വേണ്ടി ഒരു 90% സാധ്യത കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാന്നുള്ള കാര്യം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആകെ 2-3 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് August 14 അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ആക്കി ടെലഗ്രാമിൽ ഒരു യൂസർ നെയിം സെറ്റ് ആക്കുക. ഇത് ടെലഗ്രാമിന്റെ തന്നെ ഒരു ബോട്ടാണ്. അത് കാരണം ടെലഗ്രാം യൂസർ നെയിം ഇല്ലെങ്കിൽ ഇത് വർക്കാവില്ല. നിങ്ങൾ ഇനി അത് ഓണാക്കി പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് യൂസർ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓണാക്കിയാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ എന്തോരം നാളെ ടെലഗ്രാം യൂസ് ചെയ്ത് അതിനനുസരിച്ച് ഒരു പോയിന്റ് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ യൂസർ നെയിം സെറ്റ് ആക്കിയിട്ട് ഞാൻ ടെലഗ്രാമിന്റെ ഗ്രൂപ്പിന്റെ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിക്കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഡോഗ്സിന്റെ ടെലഗ്രാം ബോട്ടിൽ ലിങ്ക് കിട്ടുന്നതാണ്. അതിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ചെറിയൊരു പോയിന്റും നിങ്ങൾക്കൊരു നിങ്ങൾ എത്ര നാള് യൂസ് ചെയ്ത് അതിനനുസരിച്ച് നിങ്ങൾക്കൊരു പോയിന്റും കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനൊരു ഇതായിട്ട് ഓപ്പൺ ആയിട്ട് വരിക. എനിക്കിപ്പോൾ 40,000 പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ ആദ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ അക്കൗണ്ട് എന്തോരം നാളുണ്ട്. എൻ്റെ 4 വർഷത്തെ അക്കൗണ്ടാണ്. കാരണം എനിക്ക് 3000 പോയിന്റ് കിട്ടി. പിന്നെ കണക്ട് വാലറ്റ്, ഈ വാലറ്റ് കണക്ഷനും അതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല ഡെയിലി കമന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. വേറൊന്നുമില്ല, ടോൺ വാലറ്റ് എന്ന് പറഞ്ഞാൽ ടെലഗ്രാമിന്റെ തന്നെ വാലറ്റ് ഉണ്ട്. ആ വാലറ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് അതിൽ വരുന്ന സീറ്റ് ഫേസ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാൻ കഴിയില്ല. അത് കാരണം നിങ്ങൾ അത് എവിടെയെങ്കിലും എഴുതി വെച്ച് അത് ഇതിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. കണക്ട് വാലറ്റ് എന്നുണ്ടാവും. കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോൺ കീപ്പർ കണക്ട് ചെയ്യാൻ വേണ്ടി വരും.
ഫോൺ കീപ്പർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ എൻ്റെ ഇപ്പോൾ PC ആയതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഫോണിലാകുമ്പോൾ ടോൺ കീപ്പറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ടോൺ കീപ്പറിലോട്ട് പോകും. ടോൺ കീപ്പറിൽ പോയി കഴിയുമ്പോൾ ടോൺ കീപ്പറിൽ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ആ കണക്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ നേരെ നിങ്ങൾ ഡോഗ്സിലോട്ട് തന്നെ റീഡയറക്റ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ നിങ്ങളുടെ വാലറ്റ് കണക്ഷൻ സക്സസ് ആവും. അങ്ങനെ നിങ്ങൾക്കൊരു 1000 ഡോഗ്സ് പോയിന്റ് കൂടെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു 5 പേരെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 പോയിന്റ് കിട്ടും. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിരിക്കുന്നത്. 20,000 പോയിന്റ് കിട്ടും. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ഇൻ ചെയ്യണതിന് ഒരു 1000 പോയിന്റ് വെച്ചിട്ട് എനിക്ക് ഇപ്പോൾ 15 ദിവസം ഡെയിലി ചെക്ക് ഇൻ ചെയ്തതിന് 15,000 പോയിന്റ് കിട്ടി. അങ്ങനെ മൊത്തം 45,000 പോയിന്റ്. പിന്നെ കുറച്ച് റെഫർ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് ചെറിയൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇത്തരം പോയിന്റ് റെഫർ ചെയ്താൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്താണ് യൂസ് ചെയ്ത് ഇതാണ് സീറോ ഡോഗ്സ്. ഇത് സ്റ്റാർട്ടിങ് അക്കൗണ്ടാണ് ഒന്ന് കിട്ടാൻ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇത്രയുള്ള പണി. വെറുതെ ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. പിന്നെ ഒന്ന് കണക്ട് ചെയ്യുക, പിന്നെ ഡെയിലി ഒന്ന് ചെക്ക് ചെയ്യുക ഉള്ളൂ. പിന്നെ പറ്റാവുന്ന ഒരു 5 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ ഇതിനെ ലിസ്റ്റിംഗ് വരുമ്പോൾ ലിസ്റ്റിംഗ് പ്രെഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉള്ളത് ഒരു നിങ്ങൾക്ക് ഇതിൽ നോക്കി കാണാം. ഡോഗ്സിന്റെ ഒരു പ്രഡിക്ഷൻ ഏകദേശം പറയണ $0.118 ആണ്. അതൊരു കറക്റ്റ് പ്രിഡിക്റ്റ് അല്ല, പ്രീ ലിസ്റ്റിലെ ഒരു റേറ്റ് ആണ്. അതിന് കുറയുകയും ചെയ്യാം, ചിലപ്പോൾ കൂടുകയും ചെയ്യാം. അപ്പൊ അതിന്റെ ഇന്നർ ഗ്രൂപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ ഏകദേശം ₹1 അടുത്താണ്. ₹1 ഇല്ലെങ്കിൽ ശരി, ഒരു 50 പൈസ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടും. ഇനി കോയിൻസ് ആണെങ്കിൽ നമുക്ക് ഇത്രയും 50 പൈസ ആണെങ്കിൽ തന്നെ 10-20,000 രൂപ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി 25 പൈസ ആണെങ്കിൽ തന്നെ ഒരു 10,000 കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത് പോയിന്റ്സ് അല്ല, പോയിന്റ്സ് ആണെങ്കിൽ ഈ കോയിൻസിലോട്ട് ഒരു കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 10 കോയിൻസ് ആയിക്കോളൂ ഒരു കോയിൻ. 10 കോയിൻസ് ഒരു കോയിൻ ആകുമ്പോൾ ഇത് 4,500 കോയിനാണ്. 4,500 കോയിൻ ഒരു വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 4,500 കിട്ടുള്ളൂ. ചിലപ്പോൾ ₹1 ഉണ്ടാവില്ല. 50 പൈസ ആണെങ്കിൽ 2,500 കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഒരു പണിയില്ലാണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ഏണിങ്സ് ആയാലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജെന്യൂൻ ആയിട്ടുള്ളൊരു ടെലഗ്രാം ബോട്ടിനെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ പുതിയ പുതിയ കാര്യങ്ങളെ പറ്റി ഈ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അത് കാരണം വേണ്ടവർക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.